സഹോദരങ്ങളെ, ഞങ്ങളുടെ പള്ളിയിൽ വരുന്ന ഒരു ഹിന്ദു സഹോദരന് കിട്ടിയ ഒരു ദൈവാനുഭവത്തെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. എൻ്റെ പേര് രമേഷ് എന്നാണ്. അവൻ ഹിന്ദുവാണ്. പക്ഷെ ഭയങ്കര കുടിയനായിരുന്നു. ഒരു നിലയ്ക്ക് അവന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ അവൻ കുടിച്ച് നശിച്ചു മാതിരിയായി. അവൻ്റെ ഭാര്യ അവനെ ഉപേക്ഷിച്ച് വേറെ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ അവൻ പണി കഴിഞ്ഞാൽ കമ്പനിയുടെ ഉള്ളിൽ തന്നെ കിടന്നുറങ്ങും. വീട്ടിലേക്ക് പോലും പോകില്ല. അത്ര മുഴുകുടിയനായി. എല്ലാം കൊണ്ടും തകർന്നു. സാമ്പത്തികമായിട്ടും തകർന്നു. പണിയില്ലാണ്ടായി കമ്പനിയിൽ. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞങ്ങളുടെ പ്രാർത്ഥന ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തി അദ്ദേഹം കണ്ടപ്പോൾ അവൻ പറഞ്ഞു, മോനെ നീ ബൈബിൾ വായിച്ചാൽ നിന്റെ ജീവിതം ശരിയാകുമെന്ന് പറഞ്ഞു. അപ്പം അവന് താല്പര്യമില്ല. എന്നാലും പറഞ്ഞു ഒരു ബൈബിൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തു. പക്ഷെ അവനത് ബൈബിൾ വായിച്ചില്ല. പക്ഷെ തലയണ പോലെ ബെഞ്ചുമലൊക്കെ എടുക്കണ കമ്പനിയിൽ അവിടെ തലയണ മാരി വെച്ച് കിടന്നുറങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, കുറച്ച് ദിവസങ്ങൾ, എത്രയാണെന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവന് കള്ളുകൂടി നിർത്തണമെന്ന് അവന് തന്നെ തോന്നുകയാണ്. അവനത് തോന്നിയിട്ട് അവൻ തന്നെ ഒത്തിരി പരിശ്രമിക്കുന്നു. പിന്നെ മദ്യം എന്ന് പറഞ്ഞപ്പോൾ അവന് വെറുപ്പാണ്. അവന് തൊടാൻ പോലും കഴിയാത്ത ഉള്ളൊരു മാറ്റം അവനുണ്ടായി. അപ്പോൾ അവൻ ബൈബിള് റെഗുലറായിട്ട് വായിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അവൻ ബൈബിള് വായിക്കാൻ തുടങ്ങി. അതിലുപരി ഡാനിയേലച്ചൻ്റെ ടോക്കുകൾ അവൻ ഫുൾ ടൈം ഒരു 24 മണിക്കൂറിൽ ഉറങ്ങുന്ന ഒരു 5-6 മണിക്കൂർ കഴിച്ച് ബാക്കി ഫുൾ ടൈം അവൻ സ്പീക്കർ വെച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുർബാനയെ കുറിച്ചുള്ള ടോക്ക് കേട്ടപ്പോൾ അവന് ഭയങ്കര ആശയായി. ഇപ്പൊ കുർബാന സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ ഞങ്ങളുടെ പള്ളിയിൽ ഇപ്പൊ എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് വരും. പക്ഷെ കുർബാന സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ ഞങ്ങളോടൊക്കെ പറഞ്ഞു, ചേട്ടാ എങ്ങനെയാലും എനിക്കൊന്ന് കുർബാന സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ അടുത്തും പിതാവിൻ്റെ അടുത്തും കൊണ്ടുപോയി. എന്നെ മാമി സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ പിതാവ് പറഞ്ഞു, ഈ ഭാര്യയായിട്ടൊക്കെ ഇങ്ങനെ അകൽച്ചയിൽ കഴിയാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മാമിസ കൊടുക്കണ്ട, ഒന്നും കൂടിയൊക്കെ ഒന്ന് അടുത്ത് വരട്ടെ, അതായത് കുടുംബജീവിതം സെറ്റ് ആവട്ടെ, അപ്പം നമുക്ക് മാമിസ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് അവനോട് പറഞ്ഞു. അപ്പോൾ അവന് സങ്കടമാണ്. എന്നാൽ പോലും കുഴപ്പമില്ല, ശരി നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇനി കഴിഞ്ഞ ദീപാവലി നാൾ അവന് ലീവായിരുന്നു 3 ദിവസം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ദീപാവലി ടൈമിൽ ലീവുണ്ട്, സെയ്യോനിൽ ധ്യാനമുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവന് ബൈബിള് കൊടുത്ത ജോർജേട്ടൻ, അങ്ങനെ ഇപ്പോൾ കൊച്ചിയിലാണ്, ആളെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇങ്ങനെ ധ്യാനത്തിന് പോകണം, കൂടെ വരണേ, ഒറ്റയ്ക്ക് പോയാൽ എനിക്ക് അവിടെ പുതിയ സ്ഥലമല്ലേ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒരു ഭയങ്കര എംബ്രേസ്മെന്റ് ആവുകൊണ്ട് കൂടെ വരാൻ. അപ്പോൾ ആള് കൂടെ പോയി. അവർ രണ്ടുപേരും കൂടി ധ്യാനത്തിന് പോയി. ആ ധ്യാനം കഴിഞ്ഞ് അപ്പോൾ ഇവന്റെ ഭാര്യനെ ഇവൻ വല്ലപ്പോഴും വിളിച്ചാൽ അവള് സാധാരണ റെസ്പോണ്ട് ചെയ്യില്ല, ഫോൺ എടുക്കില്ല, എടുത്താലും എന്തെങ്കിലും പറഞ്ഞ് കട്ട് ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ ഇവൻ കുറെ മാനസാന്തരമൊക്കെ ഉണ്ടായി. ആ ബൈബിള് വായിച്ചാൽ മാനസാന്തരപ്പെട്ട് കള്ളുകൂടി നിർത്തിയതിനു ശേഷം അവന് ഭയങ്കരമായിട്ട് അവന്റെ കമ്പനി വളർന്നു. 2 CNC മെഷീൻ ഉണ്ട് ഇപ്പോൾ. വെൽ എസ്റ്റാബ്ലിഷ് ആയി. അവന് സ്ഥലം വാങ്ങി വീട് പണിതു. അത് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാം, ഒരു വീട് വേറെ അവന് താമസിക്കാം. അങ്ങനെ എല്ലാം ഈ ഒരു 2 കൊല്ലം കൊണ്ട് ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ആയി. അപ്പൊ ഈ ഭാര്യ പോയിട്ട്, അപ്പൊ അങ്ങനെ ഈ ധ്യാനം കഴിഞ്ഞ വീട്ടിൽ ചെന്നപ്പോ അവൻ വിളിക്കുന്നതിന് മുമ്പ് ഭാര്യ അവനെ വിളിച്ചു. അതൊരു അത്ഭുതം തന്നെയാണ്. അവൾ ഒരിക്കലും അവനെ വിളിക്കാറില്ല. അവനെ വിളിച്ചു, വർത്താനം പറഞ്ഞു. അതിനുശേഷം അവനെ പറഞ്ഞു നമുക്ക് കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 തവണ അവൾ അവൻ്റെ കൂടെ ഒരു ദിവസം മൈസൂർക്ക് പോയി, ഒരു ദിവസം ആലപ്പുഴയ്ക്ക് പോയി. ഇങ്ങനെ 2-3 സ്ഥലത്തേക്കൊക്കെ പോകാനും, അതായത് അത് കഴിഞ്ഞിട്ട് അവൾ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോകും. ഇവന് അവൾ കോൺഫിഡൻസ് ആയിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് ഇവൻ അപ്പൊ എന്നോട് എന്നും പറയും, ചേട്ടാ പ്രാർത്ഥിച്ചോളൂ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു, ഇതെല്ലാം ശരിയാവും, ദൈവം ആ വഴിയിലാണ്, ഇപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം എന്ന് പറഞ്ഞു പോയി. അപ്പോൾ അവന് അത് കഴിഞ്ഞിട്ട് അവളുടെ വീട്ടുകാരായിരുന്നു കൂടുതൽ അഗൻസ്റ്റ് ഇവന്. അപ്പൊ ഇവന്റെ ഇത് ഡൈവേഴ്സ് വാങ്ങി, ഇവന്റെ ഉള്ള കാശിന്റെ പാതി കാശ് നമുക്ക് വാങ്ങണം, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താധാരയായിരുന്നു അവരുടെ. അപ്പോ ഇവന് ഇങ്ങനെ ഭാര്യയായിട്ട് ഒരു അല്പം സംസാരമൊക്കെ തുടങ്ങി. പക്ഷെ കൂടെ താമസിക്കാൻ അപ്പോഴും അവള് തയ്യാറല്ല, നിങ്ങൾ എന്നെ പറ്റിക്കുള്ളൂ എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു അവൾക്ക്. അങ്ങനെ ഇവനും അതിനുശേഷം ഇപ്പം ഇതെല്ലാം സെറ്റായതിനു ശേഷം ഞങ്ങൾ ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം അവൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന്, അവളുടെ വീട്ടിലേക്ക് പോകണമെന്ന് അവള് പറഞ്ഞു. അപ്പൊ ഇവൻ സാധാരണ അങ്ങോട്ട് പോകാനും അവന് താല്പര്യമില്ല. കാരണം അവരൊക്കെ ഇവനെ കുറ്റം പറയും, നീ കാരണം അങ്ങനെയായി എങ്ങനെയായെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അവൻ കഴിയുന്ന അവിടെ പോവാതിരിക്കുകയായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ പോവുക, നന്നായി സംസാരിക്കുക, നമ്മൾക്ക് എല്ലാം ക്ഷമിക്കാനുള്ളവരല്ലേ, നമ്മൾ അങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാട് കൊടുത്തപ്പോൾ അവൻ പോയി. അവിടെ ചെന്നപ്പോ സാധാരണ ഇവളുടെ അച്ഛനും അമ്മയും ഇവനെ കുറ്റം പറയുക ചെയ്യുക, നീ കാരണമാണ് അങ്ങനെയെന്ന് പറയുക ചെയ്യുക. പക്ഷെ അന്ന് വേറെ ഒന്നും പറഞ്ഞില്ല.
അവര് പറഞ്ഞു, നിങ്ങളൊക്കെ വലിയ ആളുകളായില്ലേ, ഇനി നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിച്ചോ, ഞങ്ങൾക്ക് അതിൽ ഇടപെടാനില്ല, നിങ്ങൾ എന്താ വേണ്ടെങ്കിൽ ആലോചിച്ച് ജീവിച്ചോ, നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളാണ് അത് കരുപ്പിടിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു. അതൊരു വല്ലാത്ത ടേണിങ് പോയിന്റായി. കാരണം അവൾക്ക് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് നഷ്ടപ്പെട്ടു എന്നും തോന്നി. എന്തോ ദൈവത്തിന്റെ ഇടപെടല് അവള് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, 3 ദിവസം കഴിയുമ്പോൾ ഞാൻ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് അവൻ പോയി അവളെ കൊണ്ടുവന്നു. ഇപ്പോൾ അവർ ഒന്നിച്ചാണ് താമസിക്കുന്നത്. വലിയ അത്ഭുതകരമായ ഒരു ഇടപെടലാണ്. ഇനിയിപ്പോൾ മാമോദീസയൊക്കെ ഉടനെ നടക്കും. കാരണം ആ പെങ്കൊച്ചിനോട് ഞാൻ സംസാരിച്ചിരുന്നു 1-2 തവണ. അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉള്ളവളല്ല, നിസ്സാര കാര്യങ്ങളാണ്, അത് ഹാൻഡിൽ ചെയ്തതിന്റെ പ്രശ്നമായിരിക്കണം. എന്തും ആവട്ടെ, ഇപ്പൊ അത് അവർ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങി. ഇപ്പൊ ഒരാഴ്ചയായിട്ട് അവർ ഒന്നിച്ചാണ് താമസിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിളിക്കും, നമ്മൾ ചെറിയ ഗൈഡൻസ് ഒക്കെ കൊടുക്കും, പ്രാർത്ഥിക്കുന്നുണ്ട്. ഫുൾ ടൈം അവന് ഇങ്ങനെ. അപ്പോൾ ദൈവത്തോട് ഇപ്പൊ അവന് മനസ്സിലായി. അവൻ പറയാണ്, സത്യദൈവം യേശുവാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അവൻ കഴിഞ്ഞ ആഴ്ച മുടി വെട്ടാൻ പോയപ്പോൾ, അവൻ ഒരു മലയാളിയാണ്, മണികണ്ഠൻ എന്ന അവന്റെ പേര്, അവൻ കുടിച്ചു കെടുക്കുക. അവന്റെ ഭാര്യ ഉപേക്ഷിച്ചു പോയി, കുടികാരന്. ഇവനും ബാർബർ ഷോപ്പിലൊക്കെ കിടക്കണേ. ഇവൻ പറഞ്ഞു, എന്താ പൊന്നു മോനെ, നീ എന്തിനാ ഇങ്ങനെ നശിക്കണേ വെച്ചാൽ പറഞ്ഞു, ചേട്ടാ ഞാൻ ആശിച്ചിട്ടല്ല, പക്ഷെ പെട്ടുപോവാണ്. അപ്പൊ പറഞ്ഞു, എടാ ഞാൻ സത്യദൈവത്തെ കണ്ടെത്തി, സത്യദൈവം ക്രിസ്തുവാണ്, ക്രിസ്തു നിന്നെ തൊട്ടാൽ നീ ശരിയാകും, ഞാൻ അങ്ങനെ ജീവിച്ചവനാണ്, നോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബൈബിള് അവന് കൊടുത്തിട്ട് പറഞ്ഞു, നീ വായിക്കേ. അവൻ വായിക്കാൻ തുടങ്ങിയോന്ന് ശരിക്കും അറിയില്ല, ബട്ട് എന്നാൽ ആ പ്രോസസ്സിലാണ്. ഇതാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്.